പാണ്ഡവരുടെ ജനനം. വളരെ കാലം മുൻപ് ഹസ്തിനപുര രാജ്യത്ത് പാണ്ഡു എന്നൊരു ജ്ഞാനിയായ രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് രണ്ട് രാജ്ഞിമാരുണ്ടായിരുന്നു, കുന്തിയും മാദ്രിയും. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഒരു ശാപം കാരണം പാണ്ഡുവിന് സ്വന്തമായി കുട്ടികൾ ഉണ്ടാകില്ല. അദ്ദേഹം വളരെ വിഷമിച്ചു. എൻ്റെ രാജ്യത്തിന് കുട്ടികളില്ലാതെ രാജകുമാരന്മാർ എങ്ങനെയുണ്ടാകും? ഒരു ദിവസം രാജ്ഞി കുന്തി പാണ്ഡുവിനോട് തനിക്ക് ലഭിച്ച ഒരു മാന്ത്രിക അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. ചെറുപ്പത്തിൽ ദുർവാസ മുനി അവൾക്കൊരു മന്ത്രം നൽകി. അത് ജപിച്ച് തനിക്കൊരു കുട്ടിയെ തന്ന് അനുഗ്രഹിക്കാൻ ഏത് ദൈവത്തെയും വിളിക്കാമായിരുന്നു. പാണ്ഡുവിൻ്റെ അനുമതിയോടെ കുന്തി ദേവന്മാരോട് പ്രാർത്ഥിച്ചു. ആദ്യം അവൾ സൂര്യദേവനെ പ്രാർത്ഥിച്ചിരുന്നു. ശക്തനും തിളക്കമുള്ളതുമായ ഒരു ആൺകുട്ടി ജനിച്ചു, കർണൻ. പിന്നീട് കുന്തി ദേവിക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ടി വന്നു. പക്ഷേ അവൻ്റെ കഥ വ്യത്യസ്തമായ രീതിയിൽ തുടർന്നു. പിന്നീട് പാണ്ഡുവുമായുള്ള വിവാഹത്തിന് ശേഷം കുന്തി വീണ്ടും മന്ത്രം ഉപയോഗിച്ചു. അവൾ ധർമ്മനെ, നീതിയുടെ ദൈവത്തെ പ്രാർത്ഥിച്ചു. അവൾക്ക് ജ്ഞാനിയും സത്യസന്ധനുമായ ഒരു മകൻ ജനിച്ചു, യുധിഷ്ഠിരൻ. അവൾ വായുവിനെ പ്രാർത്ഥിച്ചു. അതിശക്തനായ ഒരു മകൻ ജനിച്ചു, ഭീമൻ. അവൾ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ പ്രാർത്ഥിച്ചു. ധീരനായ ഒരു യോദ്ധാവ് ജനിച്ചു, അർജുനൻ. മാതൃരാജ്ഞിയും കുട്ടികളെ ആഗ്രഹിച്ചു. കുന്തി അവർക്ക് മന്ത്രം ഉപദേശിച്ചു. മാതൃ അശ്വിനി ഇരട്ടകളെ പ്രാർത്ഥിച്ചു. അവർക്ക് രണ്ട് സുന്ദരന്മാരായ പുത്രന്മാർ ജനിച്ചു, നകുലനും സഹദേവനും. അങ്ങനെ 5 സഹോദരന്മാർ: യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. മഹാഭാരതത്തിലെ വീരന്മാരായ പാണ്ഡവർ പഞ്ചപാണ്ഡവർ എന്നറിയപ്പെട്ടു. കൂട്ടുകാരെ, പാണ്ഡവരും വ്യത്യസ്ത കഴിവുകളോടെയാണ് ജനിച്ചത്. ജ്ഞാനം, ശക്തി, ധൈര്യം, ദയ. അവരെ പോലെ ഓരോ കുട്ടിക്കും അവരെ സവിശേഷമാക്കുന്ന അതുല്യമായ ഗുണങ്ങളുണ്ട്.